ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ ഹോണ്ട സ്വന്തം ബസ് വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ കംപ്ലയിൻസ് പറഞ്ഞത് അതിൻ്റെ ഫ്യൂൾ ടാങ്ക് ലീക്ക്, അതുപോലെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല, ചെയിൻ ചെക്കപ്പ് ജന സർവീസായിട്ട് വേണ്ടിട്ടുണ്ട്. അതുപോലെ റണ്ണിങ്ങിനൊരു സൗണ്ടിൻ്റെ കേസ് വേണ്ടിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ വേണ്ടുള്ളൂ. അതിനൊക്കെ വേണ്ടി കയറ്റിയിട്ടുണ്ട്. നമ്മൾ ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ടാങ്കൊക്കെ അയച്ചിട്ട് നമ്മൾ സോൾഡർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. വണ്ടി ടാങ്കൊക്കെ അയച്ചിട്ട് അത് കുറച്ച് സമയം പിടിക്കുന്ന പണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ടാങ്ക് അയച്ചിട്ടാണ് സോൾഡറിങ്ങിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെതായിട്ട് നമ്മൾ ജന സർവീസൊക്കെ ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. നിലവിൽ ബാക്കിൽ ബ്രേക്ക് ഷൂ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്ക് ഷൂ ആണ് കിടക്കുന്നത്. കമ്പനി ബ്രേക്ക് ഷൂ എന്നല്ല, ഒരു കുറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബ്രേക്ക് ഷൂ ആണ് കിടക്കുന്നത്. നിലവിൽ ഉപയോഗിക്കാനുണ്ട്. അത് മാക്സിമം ഉപയോഗിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ബ്രേക്ക് ഷൂ ഇടാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഈ ബ്രേക്ക് ഷൂ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹബിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വരുന്നുണ്ട്. ഇപ്പോഴേ അത്യാവശ്യം ചെറിയ സ്ക്രാച്ച് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം തേയ്മാനം വരും. അതുപോലെ പൊടിയുടെ അളവും കൂടുതലായിരിക്കും. ഈ ബ്രേക്ക് ചവിട്ടുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവുക, അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും കുറച്ച് ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ തൽക്കാലം ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിടാം. ഈ റിപ്പീറ്റ് അടുത്ത ബ്രേക്ക് ഷൂ മാറ്റുമ്പോൾ കമ്പനി ബ്രേക്ക് ഷൂ ഇടാൻ ശ്രദ്ധിക്കാം. അതേപോലെ നമ്മളതിൻ്റെ ചെയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു. ചെയിൻ നമ്മൾ റണ്ണിങ്ങിലൊക്കെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ചെയിൻ്റെ ഭാഗത്ത്. അത് ചെയിൻ സ്പോക്കറ്റ് കംപ്ലൈൻ്റ് ആണ്. അവിടെ ചെയിൻ സ്പോക്കറ്റിൻ്റെ മാക്സിമം അഡ്ജസ്റ്റ്മെൻറ്റ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുള്ളൂ. അതുകൂടെ തന്നെ അതിൻ്റെ സ്പോക്കറ്റിൻ്റെ ബെയറിംഗ് ഇതാണ്. ഈ സ്പോക്കറ്റിനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഷേക്ക് കാണിക്കുന്നുണ്ട്. അത് ആ ബെയറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നമുക്ക് മാറ്റേണ്ട ചെയിൻ സ്പോക്കറ്റും അതിൻ്റെ സ്പോക്കറ്റിൻ്റെ ബെയറിങ്ങും അതുപോലെ ഇതിൻ്റെ ഡാമ്പർ, ബാക്ക് വീലിൻ്റെ ഡാമ്പറാണ്. ആ 4 റബ്ബറാണ് വരിക. അത് പൊട്ടിക്കിടക്കുകയാണ്. അതും കൂടി മാറ്റി കഴിഞ്ഞാലാണ് ആ ഭാഗം ക്ലിയറായി പോകുള്ളൂ കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണ്. ഇതൊക്കെ നമുക്കൊരു യെല്ലോ കളറിലുള്ള എയർ ഫിൽറ്ററാണ് വരിക. ഇതിപ്പം ഓടിയിട്ട് ഒരു മഞ്ഞ് ഒരു ബ്രൗൺ കളറായി മാറിയിരിക്കണം. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും മാറ്റാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റാണ്. നല്ല ബലം പിടിച്ചിട്ട് നമ്മൾ പിടിക്കണം ക്ലച്ചൊക്കെ. അപ്പോൾ ക്ലച്ചിൻ്റെ കേബിളൊക്കെ നല്ല ടൈറ്റാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫ്രീ ആവുള്ളൂ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞായിരുന്നു. അത് കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഈ സ്പീഡോമീറ്റർ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതൊന്ന് മാറ്റിയിടണം. പിന്നെ അതുപോലെ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത്. ഞാൻ ബാക്ക് വീൽ അഴിച്ചത് കൊണ്ടാണ് ഫ്രണ്ട് അഴിക്കാതെ. ഞാൻ ഫ്രണ്ട് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഔട്ട് വലിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഔട്ട് ചെറുതായിട്ട് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ കയ്യോടെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിലെ ബ്രേക്കിൻ്റെ കേബിൾ കൂടി ഉൾപ്പെടുത്താം. പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം. പിന്നെ വേറൊരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ പ്ലഗ് എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗ് കൂടി മാറ്റിയിടണം കേട്ടോ. എയർ ഫിൽറ്റർ പ്ലഗ് കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. പിന്നെ നമ്മുടെ എഞ്ചിൻ ഓയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവിടെ അത്യാവശ്യം ലെവൽ കുറവാണ് എഞ്ചിൻ ഓയിൽ. ഇങ്ങനെ നോക്കുമ്പോൾ മോശമായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ മാറ്റിയിട്ട് ഒരു 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറവുള്ളത് ഒഴിച്ചാൽ മതി. 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഓയിലിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റില്ല. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത്. 3000 കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി. 3000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റി പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിലേക്ക് കുറവുള്ള ഓയിൽ ടോപ്പ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗവും ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് എഫ്സോണിക് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ്. നിലവിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടോ 12.45 വോൾട്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം മാക്സിമം വോൾട്ട് കാണിക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിൻ്റെ ആക്സിഡൻ്റ് കേബിളാണ്. ആക്സിഡൻ്റ് കേബിളും ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ടൈറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ എസ്റ്റിമേറ്റിൻ്റെ ആക്സിഡൻ്റ് കേബിളും കൂടി ഉൾപ്പെടുത്താം. ഓക്കെ. നമുക്ക് പിന്നെ വേറെ ഓടിച്ച് നോക്കിയിട്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. നമുക്കിപ്പോൾ മെയിനായിട്ട് മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റും അതിൻ്റെ സ്പോക്കറ്റിൻ്റെ ബെയറിങ്, വീൽ ഡാമ്പർ, പിന്നെ എയർ ഫിൽറ്റർ, പ്ലഗ്, ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ, പിന്നെ അതുപോലെ ടാങ്ക് ഒന്ന് സോൾഡറിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്കും കൂടി വരുന്നുണ്ട്. അപ്പോൾ വാട്ടർ സർവീസൊന്നും വേണ്ടൊന്നുമില്ല. വാട്ടർ സർവീസ് ചെയ്യേണ്ടെന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. വാർഷികം കൂടാതെയുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടി പറയണം. അതിൻ്റെ മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റ്, വീൽ ഡാമ്പർ, സ്പോക്കറ്റ് ബെയറിങ്, എയർ ഫിൽറ്റർ, പ്ലഗ്, ക്ലച്ച് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ഫ്രണ്ട് ബ്രേക്ക് കേബിൾ, പിന്നെ ടാങ്ക് സോൾഡറിങ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.